ഹായ്, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇരുന്നുള്ളൂ. ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കാര്യം പറയാനുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ വർക്ക് പ്ലേസിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ന് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ്, ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കോവർക്കർ ലോഞ്ചിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോ ഒരു കുട്ടീൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, സൂര്യ ഒരു കാര്യം പറയാനുണ്ട് തോന്നുന്നു. നമ്മൾ എന്തുട്ടാ പറഞ്ഞോ? ഞാൻ ഇരുന്നു. ഇവളിങ്ങനെ പറഞ്ഞു തുടങ്ങി, വളന്ന് പറഞ്ഞു തുടങ്ങി. സ്വന്തം കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് പറയാനുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു ഇൻട്രസ്റ്റും പുള്ളിക്കാരത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇവള് പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഇവള് എനിക്ക് പോയി. അപ്പൊ ഞാനിരുന്ന് ആലോചിക്കണേ, ഇത് എന്തുട്ട് സാധനം, ഇത് എന്തുട്ട് മനുഷ്യനത്, സ്വന്തം കാര്യം മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് എനിക്ക് പോയി. എന്തെങ്കിലും വിഷമങ്ങളാണ് പറയാൻ ഒരാളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഒരാൾ വേണം. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് വെന്റ് ഔട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കേട്ടിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു കാര്യമില്ലാത്ത കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പോയി. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചേ, ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാൻ മാത്രം അങ്ങനെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡഡ് അല്ല. ഇങ്ങനെ അടിച്ച ഒച്ച ഉണ്ടാവില്ലല്ലോ, അല്ല ഇങ്ങനെ അടിച്ചാലല്ല ഒച്ച ഉണ്ടാവുള്ളൂ, ഇങ്ങനെ അടിച്ച ഒച്ച ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഡബിൾ സൈഡഡ് ആയിരിക്കണം. അതല്ലാതെ നമ്മൾ പറയുന്ന കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റ് എടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷനിൽ നിൽക്കാൻ തോന്നുമോ? ഇല്ല, എനിക്ക് തോന്നൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, നീ ഈ ഐറ്റത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഹൈ ബൈ മറിഞ്ഞത്തെ പോവുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ, അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റുക. കാരണം നമ്മളുടെ വാല്യൂ ആണ് അവിടെ പോണത്. നിങ്ങളെ ആരും വകവെക്കില്ല. നിങ്ങൾ പറഞ്ഞിട്ട് എണീറ്റ് പോവും. പക്ഷെ പറഞ്ഞിട്ട് എണീറ്റ് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്കുന്ന ആള് പറയും, ഇത് കണ്ടത് എന്തൊട്ട് സാധനം, ഇത് ഇങ്ങനെ എപ്പോ നോക്കിയാലോ കാര്യം ആറുബോറൻ ഐറ്റം എന്ന് പറയും. അതെന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത്? ഒന്ന് മാറാൻ നോക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം റിലേഷൻഷിപ്പില് ഈ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററിന് മാത്രമേ ലിസണർ ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതോ തിരിച്ചാണോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തുട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ റിലേഷൻ എന്ന് പറഞ്ഞ സാധനം, അത് എന്തുട്ടും ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിലേഷനും ആയിക്കോട്ടെ, അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇതൊന്നും എനിക്ക് പറയണം തോന്നി. കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ തുടക്കം തന്നെ ഇങ്ങനെയായി പോയല്ലോ എന്ന്. അപ്പൊ നിങ്ങൾക്കൊന്നും അങ്ങനെ വരാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടിരിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.